പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷേ ഇന്നും സ്ത്രീധനം കൊടുത്തും വാങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നുമ്പേ പറയാനുള്ളത്, സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ്. ഇന്ന് നമ്മൾ മാധ്യമത്തിലൂടെയൊക്കെ കാണുന്നതാണ് ഒത്തിരി പേരുടെ മരണം. അതായത് സ്ത്രീധനം കൊടുത്തത് തികഞ്ഞില്ല, ഇനിയും വേണം എന്നൊക്കെ പറയുന്ന ഒരു രീതി. അങ്ങനെ ഫേസ്ബുക്കിൽ കണ്ട അതിമനോഹരമായ നല്ലൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ എന്തായാലും മറ്റുള്ളവരെയും കൂടെ അറിയിക്കണം എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതായത് പാവപ്പെട്ട ഒരു അച്ഛൻ്റെ അമ്മയുടെ മകളാണ്. പയ്യൻ വന്ന് പെണ്ണിനെ കാണുന്നുണ്ട്. പെണ്ണിനെ കണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്നു വീട്ടുകാർ സമ്മതിച്ച് രണ്ട് വീട്ടുകാരും തമ്മിൽ സമ്മതിച്ച് ഉറപ്പിച്ച കല്യാണമാണ്. അപ്പോൾ ഈ പയ്യൻ എൻജിനീയറാണ്, ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. 2 ദിവസം കല്യാണത്തിന് 2 ദിവസത്തിന് മുന്നേ ഈ പൈസ കൊടുക്കണം എന്ന്, ഒരാഴ്ചയ്ക്ക് മുമ്പേ പൈസ കൊടുക്കണം എന്നാണ് പയ്യൻ്റെ വീട്ടുകാരുടെ നിർദ്ദേശം. പക്ഷേ ഈ കൃഷിപ്പണിക്കാരായ ഈ പെൺകുട്ടിയുടെ അച്ഛന് അത് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് അകത്ത് തരാമെന്ന്. പക്ഷേ ഈ വരൻ്റെ വീട്ടുകാരെന്ത് ചെയ്തെന്നറിയാമോ? വരൻ്റെ വീട്ടുകാർക്ക് സമ്മതമില്ല. എന്ന് വെച്ചാൽ കല്യാണത്തിന് 2 ദിവസം മുന്നേ ഈ പൈസ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വരൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ 2 ദിവസത്തിന് മുന്നേ വിവാഹം അവർ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി, കല്യാണം വിളിക്കാനുള്ളവരെ വിളിച്ചു, എല്ലാ കാര്യങ്ങളും പെൺകുട്ടിയുടെ വീട്ടുകാർ എല്ലാം ചെയ്തു. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നറിയില്ല. ഈ സമയത്താണ് നമ്മുടെ ഈ വരൻ്റെ സഹോദരൻ പട്ടാളത്തിൽ ജോലി ചെയ്യാണ്. അദ്ദേഹം ചേട്ടൻ്റെ കല്യാണത്തിന് കൂടാൻ വേണ്ടി നാട്ടിലേക്ക് വീട്ടിൽ വന്നെത്തിയപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത്. അത് പണത്തിൻ്റെ പേരിലാണ് പെൺകുട്ടിയെ വേണ്ടെന്ന് വെച്ച് കല്യാണം വരുന്നത്. പക്ഷെ ആ പട്ടാളത്തുകാരൻ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, പണത്തിൻ്റെ കാര്യത്തിലല്ലേ അയക്കുന്നത്. അപ്പോൾ ഈ വീട്ടുകാർ ആ കുട്ടി എന്ത് ചെയ്തു? ആ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ എങ്ങനെ ജീവിക്കും? അപ്പോഴത്തേക്കും പറഞ്ഞ്, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ആ പെൺകുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആര് എതിർത്താലും ഞാൻ ആ കുട്ടിയെ കല്യാണം. അങ്ങനെ എന്ത് ചെയ്തു? വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാർക്ക് സമ്മതമായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞെങ്കിലും ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത് ആ വീട്ടിലല്ലേ. ആ വീട്ടിലാണെങ്കിലും കൊണ്ടുപോയ ആ പെൺകുട്ടി അവിടെ ജീവിക്കാൻ അവർ സമ്മതിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അച്ഛനെ തന്നെ കുറ്റം പറയും. പക്ഷെ ഈ സ്ത്രീധനം ചോദിച്ച് ഇങ്ങനെ പെണ്ണിന് പൈസ വാങ്ങി ഇങ്ങനെ ചെയ്ത് വരുന്നവർക്ക് പെണ്ണ് കൊടുക്കാൻ പാടില്ല, കൊടുക്കരുത്. എൻ്റെ മകളെ നിനക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനെ ആട്ടി ഓട്ടിക്കണമായിരുന്നു. അതാണ് ചെയ്യാനുള്ളത്. പക്ഷെ പാവം അവർ വിചാരിച്ചു നല്ലൊരു വിവാഹമല്ലേ, സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും പലിശയ്ക്കും കടമെടുത്തും. ഇവൻ നോക്കുമെന്ന് എന്താണ് ഉറപ്പ്? അവൻ നോക്കില്ല. നമ്മൾ ഇന്ന് കാണുന്നതല്ലേ. അതുകൊണ്ട് ഇന്ന് അവർ സുഖമായിട്ടും സന്തോഷമായിട്ടും അവരുടെ ആ വീട്ടിലല്ല കേട്ടോ, അവരുടെ ഒരു കുഞ്ഞു ലോകത്തിലേക്ക് അവരിന്ന് ആ പട്ടാളത്തുകാരനും ഭാര്യയെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പാഠമെന്ന് പറഞ്ഞാൽ, നമ്മുടെ പെൺകുട്ടി ഇന്ന് പലരും എനിക്കറിയാവുന്നുള്ള കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ 29 വയസ്സ് കഴിഞ്ഞിട്ടും പെൺകുട്ടിക്ക് കല്യാണം വേണ്ട. എന്ത് കാര്യമെന്ന് അറിയില്ല. വീട്ടുകാർ പറയുന്നുണ്ട്, നിനക്ക് ആരെങ്കിലും സ്നേഹിച്ച് വെച്ചേക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്തു തരാം, പെൺകുട്ടിക്ക് ജോലിയുണ്ട്, വേണ്ട, എനിക്ക് ആരും സ്നേഹവും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവർ പിന്മാറുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു.